കുറേ നാളായിട്ട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ഡള്ളായി. ഫേസിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കണ്ണിന് ചുറ്റും നല്ല കറുപ്പായി. സ്കിന്നൊക്കെ ആകെ ഒരു എന്താ പറയുക, ഒരു റഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണോ? സ്കിൻ കെയർ ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പനി കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ സ്കിൻ കെയർ ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും. കുറച്ച് സുഖമില്ലായിരുന്നു, പനി കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കിൻ കെയറിൽ കുറച്ചൊന്ന് ബാക്കൗട്ടായി. അതുകൊണ്ട് എന്താ, സ്കിന്ന് നല്ല റഫായി. സ്കിന്ന് നല്ല സോഫ്റ്റും ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ടാണ്, ഭയങ്കരമായിട്ട് ഫേസിൽ പിഗ്മെൻറ്റേഷനൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്കിൻ കെയർ വീണ്ടും ഒന്ന് രണ്ടാമത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് വാഷാണ് ചെയ്യണത്. ഞാനിവിടെ യൂസ് ചെയ്യണത് മമ്മ എർത്തിൻ്റെ ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷാണ്. ഇത് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ജെൻറ്റിലായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും. ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് സ്കിന്നിന് ഒരു ഗ്ലോ തരും. ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ പോലും സ്കിന്നിന് ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഫേസ് ആദ്യം തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൽ റൈസ് വാട്ടറും നയാസിനമൈഡും ആണ് കണ്ടൻറ്റ് വരുന്നത്. റൈസ് വാട്ടർ അറിയാമല്ലോ, സ്കിന്നിന് നല്ല രീതിയിൽ ചുളിവുകളൊന്നും വരാതെ നല്ലൊരു യങ്ങായിട്ടും സപ്പിളായിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കും. നാച്ചുറലായിട്ടുള്ള ഗ്ലോ തരാനും സഹായിക്കും. നയാസിനമൈഡ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്ന് ഈ പറഞ്ഞ റിഫ്രഷിംഗ് ആയിട്ട് വെക്കാൻ സഹായിക്കും. ആമസോണിൽ ഇപ്പോൾ സർവീസ് സെയിൽ ലൈവായിട്ടുണ്ട്. ഇത് ഡിസംബർ 18 മുതൽ 23 വരെയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് 60% മിനിമം ഓഫ് ഉണ്ട്. അതുപോലെ എക്സ്ട്രാ 5% ഓഫ് ഓൺ ലേറ്റസ്റ്റ് ഫാഷൻ ബ്യൂട്ടി ട്രെൻഡ്സിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ട പ്രൊഡക്റ്റൊക്കെ ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കും. നമ്മുടെ സ്കിന്നിൽ ആ ഒരു റഫ്നെസ്സും ടയേർഡ്നെസ്സൊക്കെ നല്ല രീതിയിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ തന്നെ മാറും. സ്കിന്നിന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൺ അപ്പ് ആക്കി. സ്കിന്നിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഗ്ലോ വരാൻ തുടങ്ങി അല്ലേ. നാച്ചുറലായിട്ട് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. സ്കിന്ന് നല്ല എന്താ പറയുക, സോഫ്റ്റ് സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണത്, നമ്മൾ 2 ടൈം, അതായത് മോർണിംഗും നൈറ്റ് ടൈമും കറക്റ്റായിട്ട് ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ലൊരു രീതിയിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. ബൈ ചാൻസ് എന്തെങ്കിലും ഹെൽത്തോ എന്തെങ്കിലും റിലേറ്റഡ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട് ഞാനും. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ നമ്മൾ മുടങ്ങാണ്ട് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ അതിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ അപ്പ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിരിക്കും. എല്ലാത്തിനും ഭയങ്കര ഒരു ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല, പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, ഒരു മടുപ്പായിരിക്കില്ല അതിനോട്. അപ്പോൾ അതാ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു ക്ലൈമറ്റൊക്കെ അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ വെയിലായിട്ടുള്ള കരിവാളിപ്പ് പെട്ടെന്ന് ഫേസിലുണ്ടാവും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറോ സിറംസൊക്കെ മാത്രം യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിന് മുന്നേ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല, സിറംസ് യൂസ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്താലും സൺസ്ക്രീൻ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പം എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ്റെ ഒപ്പം മോയ്സ്ചറൈസിങ് കണ്ടൻറ്റും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം, പക്ഷേ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഫിംഗർ റൂൾ അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യണത്. മമ്മ എർത്തിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ സൺസ്ക്രീനായിട്ട് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൽ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന, അത് നമുക്കൊരു ഗ്ലോ അപ്പ് തരുന്ന ഒരു സൺസ്ക്രീനാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഇതിൽ റൈസ് വാട്ടർ ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്കിന്ന് നല്ല യങ്ങായിട്ട് സപ്പിളായിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കും. നയാസിനമൈഡ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെയാണ്, മെയ്ഡ് സേഫാണ്. SPF 50 PA 4+1 കേട്ടോ വരുന്നത്. ഇതിൽ 200 സംതിങ് ഒക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇതിൽ ഇത്തിരി പ്രൈസ് ഉള്ളത് പ്ലമ്മിൻ്റെ ആ ഒരു മോയ്സ്ചറൈസറിന് മാത്രമാണ് ഇത്തിരി പ്രൈസ് ഉള്ളത്. ഒരു 400 സംതിങ് ആണ്. ബാക്കിയെല്ലാം അതിനൊരു 200 പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ സൺസ്ക്രീനും നമുക്ക് നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടിയിരുന്നത്. അപ്പം ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തപ്പോൾ തന്നെ ഫേസിലുള്ള ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റൂലേ. നല്ലൊരു ഗ്ലോ അപ്പ് ഉണ്ട്. ഇനി നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലോ അതൊന്ന് ജസ്റ്റ് ഫേസിലോട്ട് അബ്സോർബ് ആകാനായിട്ട് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. നമ്മൾ ഫാനൊക്കെ ഇട്ടുകയാണെങ്കിൽ ഫാൻ്റെ കാറ്റ് കൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആകും കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, മഴയൊക്കെ മാറി ഇപ്പോൾ വെയിൽ വന്നപ്പോഴേക്കും നല്ല ഇരട്ടിക്ക് ചൂടാണ് ഇപ്പോൾ, അതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ആവണില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ ആ ഒരു തിളക്കം കണ്ടില്ല, നാച്ചുറലായിട്ടൊരു ഗ്ലോ ഉണ്ട്.
ഇനി ഞാൻ ലിപ് ബാം ആട്ടോ യൂസ് ചെയ്യണത്. ചുണ്ട് പ്രത്യേകിച്ച് പനി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ട് ഭയങ്കര ഡ്രൈ ആകും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ക്യാരറ്റൊക്കെ നന്നായി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ചുണ്ടിനൊക്കെ. അപ്പോൾ ഞാൻ ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യണതിന് മുന്നേ ഒക്കെ ലിപ് ബാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് തുടച്ച് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ചുണ്ട് വരണ്ട് പൊട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ മമ്മായത്തിൻ്റെ തന്നെ ഈ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ ഇത്. ഇതിനൊരു 170 160 അത്രയും പ്രൈസ് ഉള്ളൂ കേട്ടോ. ഇതും എന്താ പറയുക, നമുക്ക് മെയ്ഡ് സേഫാണ്, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്താ ലിപ് ബാം ഇട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്ത് പുറത്ത് പോകണം എന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്നൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നാച്ചുറലൊരു ഗ്ലോ, ഇത്രയും കൂടി ഒരു തിളക്കം, അത് പ്രത്യേകിച്ച് സിനിമ നടിമാരുടെയൊക്കെ സ്കിൻ കണ്ടില്ലേ, ഒരു തിളക്കം, കൊറിയൻ സ്കിൻ പോലെയൊക്കെ തിളങ്ങുന്ന സ്കിൻ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സംഭവം ട്രൈ ചെയ്യാം. ഇതിനൊരു 200 സംതിങ് ഒക്കെ പ്രൈസ് ഉള്ളൂ കേട്ടോ. ഓഫർ ടൈമിലുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. ആ ലിപ് കളർ എൻ്റെ കയ്യിൽ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഈ ഒരു ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും, കോംബോ ആയിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഇത് ലാക്മേ ലൂമി ക്രീമാണ്. ഇതൊരു ഫേസ് ക്രീമാണ് വിത്ത് മോയ്സ്ചറൈസറും ഹൈലൈറ്ററും അടങ്ങിയിട്ടാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഒറ്റ ഡ്രോപ്പ് മതി നമുക്ക് കവിളിലും മൂക്കിലും നെറ്റിയിലും ജസ്റ്റ് താടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡാബ് ചെയ്ത് എല്ലായിടത്തും ഒന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം ഒരു കൂടെ ഫേസിന് നാച്ചുറലായിട്ടൊരു തിളക്കം. കണ്ടില്ലേ, ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു തിളക്കം കാണാൻ പറ്റും. കണ്ടില്ലേ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഈ സംഭവം. ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ല, കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത്രയും ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടും ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിറത്തിൽ വരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. ഇത് ഞാൻ സിറംസ് യൂസ് ചെയ്യുന്നില്ല, കാരണം സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മൾ സ്കിൻ കെയർ സാധാരണ നോർമലായിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതെന്തായാലും 1 വീക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത സ്കിന്നിൽ ആ ഒരു ഡൾനെസ്സും ആ റഫ്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിറത്തിൻ്റെ ആവശ്യമില്ല. പകരം മാറിയില്ല, ചെറിയ ഇപ്പം മുഖക്കുരുവൊക്കെ വന്ന ചെറിയ കറുത്ത കുത്തൊക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ. അത്ര വിസിബിൾ അല്ല, ലൈറ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണൂ കേട്ടോ. അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ സിറംസൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല. അങ്ങനെ എന്താ പറയുക, നമുക്ക് അത്ര വിസിബിളായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒന്നും അല്ല, ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളറിലെ ലൈറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, ഭയങ്കര റഫാണ്, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചിലർക്ക് ഡ്രൈ സ്കിന്നാകുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് അല്ല, എന്താ പറയുക, ഇങ്ങനെ ബോഡി ലോഷനാണ്, മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ. ഇത് സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും. 300 സംതിങ് രൂപയുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. 367 രൂപ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ സഫ്രോൺ, അതായത് നമ്മുടെ കുങ്കുമപ്പൂവും മലായും ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നൗറിഷിങ് ബോഡി മിൽക്ക് ലോഷനാണ് കേട്ടോ. ഭയങ്കര അടിപൊളി സാധനമാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സ്കിന്നിൽ നല്ല രീതിയിൽ സോഫ്റ്റും സ്മൂത്തും പിന്നെ ഒത്തിരി നമുക്ക് സ്കിന്നിനെ ലൈറ്റൺ ചെയ്യാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ കഴുത്തിലും ബാക്കിലൊക്കെ ഇല്ലേ, നമ്മുടെ ബാക്ക്, നമ്മുടെ എന്താ പറയുക, മുടിയൊക്കെ ഉള്ള വശത്തൊക്കെ അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ ബോഡിയിലൊക്കെ എവിടെയെങ്കിലും ലൈറ്റൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റഫ്നെസ്സും ഡ്രൈനെസ്സൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് സ്കിൻ കെയറിനായിട്ട്. പിന്നെ ഇത് റീസ്റ്റോക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളുന്നത് വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യാം. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.